ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രിയ സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, ഇന്ന് ശ്രീനാരായണ ഗുരുദേവനുണ്ടായ ഈശ്വര ദർശനത്തെപ്പറ്റി ആണ് പറയാൻ പോകുന്നത്. വാരണപ്പള്ളി ഭവനത്തിൻ്റെ തെക്കുഭാഗത്തായി അല്പം മാറി ഒരു ചെമ്പകവൃക്ഷം നിന്നിരുന്നു. നാണു പകൽ ഒഴിവുള്ള സമയങ്ങളിൽ അതിൻ്റെ ചുവട്ടിൽ ചെന്നിരുന്ന് വിശ്രമിക്കുകയും ഈശ്വരചിന്തയിൽ മുഴുകുകയും കീർത്തനങ്ങൾ ആലപിക്കുകയും ചിലപ്പോൾ ധ്യാനമഗ്നനായി അതിൽ ലയിച്ചിരിക്കുകയും ചെയ്യുമായിരുന്നു. ആ കാലത്ത് നാണു ഒരു ശ്രീകൃഷ്ണ ഭക്തനായിരുന്നു. നാണുവിൻ്റെ ഗുരുവായ രാമൻപിള്ളയാശാനും തികഞ്ഞ കൃഷ്ണഭക്തനായിരുന്നു. ആശാനും ശിഷ്യനും തമ്മിൽ 8-10 വയസ്സിൻ്റെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ ഇരുവരും തമ്മിൽ നല്ല സൗഹൃദവും ഉണ്ടായിരുന്നു. രാമൻപിള്ളയാശാൻ്റെ സാമീപ്യവും സൗഹൃദവും നാണുവിൻ്റെ കൃഷ്ണഭക്തിയെ കൂടുതൽ പരിപോഷിപ്പിച്ചിരുന്നു. ഒരു ദിവസം നാണു പതിവ് പോലെ ചെമ്പകച്ചോട്ടിൽ പോയിരുന്ന് ഈശ്വര ചിന്തയിൽ മുഴുകി കണ്ണടച്ച് ധ്യാനമഗ്നനായി. പുറമേയുള്ള കാര്യങ്ങളെല്ലാം സ്മരണയിൽ നിന്ന് മാഞ്ഞുപോയി. ദേഹമാകെ ഒരു കുളിർമ തോന്നി. ശരീരത്തിന് ചെറുതായൊരു വിറയലും എന്തോ ഒരു സുഖം അനുഭവപ്പെടുന്നത് പോലെ തോന്നി. അങ്ങനെയിരിക്കെ എങ്ങു നിന്നോ ഒരു ഓടക്കുഴൽ നാദം കേൾക്കുന്നതായും അവിടെയാകെ തുളസീഗന്ധം പരക്കുന്നതായും അനുഭവപ്പെട്ടു. എന്താണിത്? ഈ ഓടക്കുഴൽ നാദം എവിടെ നിന്നാണ് കേൾക്കുന്നത്? ഇതുവരെ ഇവിടെ ആരും ഓടക്കുഴലൂതി കേട്ടിട്ടില്ല. ഈ തുളസീഗന്ധം എവിടെ നിന്നാണ് വരുന്നത്? കണ്ണ് തുറന്ന് നോക്കിയാലോ? കണ്ണ് തുറന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമല്ലോ. കണ്ണുകൾ മെല്ലെ തുറന്നു. പുറമേ ഉള്ളതെല്ലാം അപ്രത്യക്ഷമായതുപോലെ സർവത്ര നീലാകാശം നിറഞ്ഞു നിൽക്കുന്നു. താനും അതിൽ ലയിച്ചതുപോലെയുള്ള ഒരു അനുഭവം. നാണു തൻ്റെ കണ്ണുകളെ പൂർണ്ണമായും തുറന്ന് നോക്കുന്നു. എന്തൊരത്ഭുതം! തൻ്റെ മുമ്പിൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ സർവാഭരണഭൂഷിതനായി മയിൽപ്പീലി തിരുകിയ പൊൻകിരീടവും വനമാലയും ചാർത്തി മഞ്ഞപ്പട്ടും ധരിച്ച് പുഞ്ചിരി തൂകി നിൽക്കുന്നു. നാണു ആനന്ദാതിരേകത്താൽ രോമാഞ്ചമണിഞ്ഞ് കമ്പിതഗാത്രനായി എഴുന്നേറ്റ് തൻ്റെ ഇഷ്ടമൂർത്തിയെ, തൻ്റെ നാഥനെ ഒന്ന് തൊടാൻ, ആ പാദങ്ങളിൽ തൊട്ട് നമസ്കരിക്കാൻ വെമ്പൽ കൊണ്ടു. ഭഗവാൻ അകന്നു പോകുന്നതായി കാണുന്നു. നാണു ഭഗവാനോട് ഓടി അടുക്കാൻ ശ്രമിക്കും തോറും അകന്നു പോകുന്നു. ഭഗവത് രൂപത്തിന് പിന്നാലെ ഓടിയ നാണു ഒരിടത്ത് വീണുപോയി. ഭഗവത് ദർശനത്തിൻ്റെ അനുഭൂതിയിൽ ലയിച്ച് സർവം മറന്ന് ഒരു ആനന്ദാനുഭൂതിയിൽ അവിടെ തന്നെ കിടന്നു. ഭക്ഷണത്തിൻ്റെ സമയമായപ്പോൾ നാണുവിനെ കാണാഞ്ഞു സഹപാഠികളും മറ്റും അന്വേഷിച്ചിറങ്ങി. തെക്കേപ്പറമ്പിൽ കുറേ അകലെയായി അർത്ഥബോധാവസ്ഥയിൽ കിടക്കുന്ന നാണുവിനെ കണ്ടു. വിളിച്ചുണർത്തി വീട്ടിലേക്ക് ആനയിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ നാണു നടന്നതെല്ലാം പറഞ്ഞു. അപ്പോഴും നാണു ഭഗവാന്റെ ദർശനാനുഭവത്തിലുണ്ടായ ആനന്ദാനുഭൂതി വിട്ടുമാറാത്ത അവസ്ഥയിലായിരുന്നു. നാണുവിനുണ്ടായ അനുഭവം കേട്ടറിഞ്ഞ കൊച്ചുകൃഷ്ണപ്പണിക്കർ ഒരു ദിവ്യാത്മാവിനെ കാണുന്നത് പോലെ നാണുവിനെ നിർനിമേഷനായി നോക്കി നിന്നുപോയി. മറ്റു കുടുംബാംഗങ്ങളും സഹപാഠികളും അത്ഭുതാദരങ്ങളോടെ നാണുവിനെ നോക്കി നിന്നു. പിറ്റേ ദിവസം നാണു വിദ്യാലയത്തിൽ വരുമ്പോൾ അവിടെ സന്നിഹിതരായിരുന്ന മറ്റു വിദ്യാർത്ഥികൾ തങ്ങളുടെ സഹപാഠിയും പ്രിയ സുഹൃത്തുമായ നാണുവിനെ തങ്ങളെക്കാളെല്ലാം
മഹത്വമുള്ള ഒരു വ്യക്തിയെ എന്നതുപോലെയാണ് കണ്ടത്. ഗുരുവായ രാമൻപിള്ള ആശാനാകട്ടെ തൻ്റെ ശിഷ്യനുണ്ടായ ഭഗവത് ദർശന കഥ കേട്ട് അത്ഭുതാനന്ദ വിവശനായി എന്ന് പറയാം. ഇത്രയും കാലം താൻ നിഷ്ഠയോടെ പ്രാർത്ഥിക്കുകയും സേവിക്കുകയും ചെയ്തിട്ട് തനിക്ക് ലഭിക്കാത്ത ദർശനഭാഗ്യം തൻ്റെ ശിഷ്യനായ നാണുവിന് ഭഗവാൻ നൽകി എങ്കിൽ നാണു ഒരു പുണ്യാത്മാവ് തന്നെ. ഇങ്ങനെയുള്ള ഒരു ശിഷ്യൻ തനിക്ക് ഉണ്ടായത് തൻ്റെ സുഹൃതം തന്നെ എന്ന് അദ്ദേഹം ചിന്തിച്ചു. അദ്ദേഹം നാണുവിനോട് ആ അനുഭവം ഒന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ നാണു ആ അനുഭവത്തെ ഒരു ശ്ലോകമായി ഇപ്രകാരം ഗുരുവിൻ്റെ മുൻപിൽ അവതരിപ്പിച്ചു. ഭൂയോ വൃത്തി നിവൃത്തിയായി ഭുവനവും സത്തിൽ തിരുവഭൂതമായി പീയൂഷധ്വനിലീനമായി ചുഴലവും ശോഭിച്ചു ദീപപ്രഭ മായാമൂടുപടം തുറന്ന് മണിരംഗത്തിൽ പ്രകാശിക്കുമക്കായാവിൻ മലർമേനി കൗസ്തുഭമണി ഗ്രീവന്റെ ദിവ്യോത്സവം. ഭൂയോ വൃത്തി നിവൃത്തിയായി ഒരു പ്രവൃത്തിയും ഇല്ലാത്ത, ബാഹ്യമായ ഒരു അനുഭവവും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് ചെന്നെത്തി. അതായത് സർവ്വതും വിസ്മൃതമായി. ഭുവനവും സത്തിൽ തിരുവഭൂതമായി. ഈ ലോകം അതിൻ്റെ കാരണവസ്തുവിൽ ലയിച്ച ഇല്ലാതായതുപോലെ തോന്നി. പീയൂഷധ്വനിലീനമായി ചുഴലവും. അമൃതപോലെ മധുരമായ ഭഗവാന്റെ വേണുഗാനം എങ്ങും മുഴങ്ങി. അതിൽ സർവ്വതും ലയിച്ചു. സർവ്വതും പ്രകാശിപ്പിക്കുന്ന ആ പരമാത്മ പ്രകാശത്തെ ശോഭയോടെ കണ്ട് മായയാകുന്ന മൂടുപടത്തിൽ മറഞ്ഞിരിക്കുന്ന ആ പരമാത്മ ചൈതന്യത്തെ ഞാൻ കായാമ്പൂവിൻ്റെ നിറമുള്ള കഴുത്തിൽ കൗസ്തുഭരത്നം ധരിച്ചുകൊണ്ടുള്ള രൂപത്തിൽ, ആ ദിവ്യരൂപത്തിൽ കണ്ട് അനുഭവിച്ച് ആനന്ദിച്ചു. നമസ്കാരം.